നമസ്കാരം. എം ടിയുടെ പെരുമഴയുടെ പിറ്റേന്ന് എന്ന കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ് എം ടി വാസുദേവൻ നായർ. എം ടി ഇടപെടാത്ത, പെരുമാറാത്ത, സാഹിത്യത്തിൻ്റെയും സാഹിത്യ സംബന്ധിയായ പ്രവർത്തനങ്ങളുടെയും മേഖല ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കഥാകൃത്തുക്കളിൽ ഒരാളാണ് എം ടി. എക്കാലത്തെയും ഏറ്റവും വലിയ നോവലിസ്റ്റുകളിൽ ഒരാളാണ് എം ടി. ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് എം ടി. ഇന്ത്യയിലെ തന്നെ വലിയ ചലച്ചിത്ര സംവിധായകരുടെ നിരയിൽ പരിഗണിക്കപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് എം ടി. എം ടി നാടകകൃത്താണ്. എം ടി ചലച്ചിത്രഗാന രചയിതാവാണ്. ഇങ്ങനെ വിവിധ മേഖലകളിൽ, സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചിടത്തെല്ലാം ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത, അങ്ങനെ തന്നെ വേണം പറയാം. ഇതിൻ്റെ സ്ഥാനനിർണയം എങ്ങനെ എന്നൊക്കെ നമുക്ക് സംശയമൊക്കെ വരാം. പക്ഷേ എന്നിരുന്നാലും ഈ വായനക്കാരൻ എന്ന് പറയുന്ന ഒരു ഘടകത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലുള്ള സാഹിത്യ ശിക്ഷണവും ഇല്ലാത്ത വായനക്കാരൻ വരെ എം ടിയുടെ കൃതികളുമായി ഹൃദയൈക്യം പുലർത്തുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ വായിച്ച് ശീലമുള്ള ആൾക്കാർ, ഒട്ടും വായനാശീലമുള്ള ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമല്ല പറയണത്, എന്തെങ്കിലുമൊക്കെ വായിച്ച് ശീലമുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് എം ടിയുടെ ഏതെങ്കിലും ഒരു കൃതിയായിരിക്കും. അത് ഒന്നുകിൽ ഒരു നോവലായിരിക്കും, അതല്ലെങ്കിൽ ഒരു ചെറുകഥയെങ്കിലും ആയിരിക്കും. ആ തരത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും വായിച്ചിട്ടില്ലാത്ത, വളരെ അപൂർവമായി മാത്രം വായിക്കുന്ന ആൾക്കാർ പോലും എം ടിയെ വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ചത് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്ന, വായനക്കാരൻ്റെ കൂടെ അയാളുടെ ജീവിതത്തോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഒരു ജനുസാണ് എം ടിയുടെ സാഹിത്യം. എം ടി 1933 ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 87 വയസ്സുണ്ടാവുമെന്നാണ് ഞാൻ കണക്കിടുന്നത്. അദ്ദേഹം പാലക്കാട് ജില്ലയുടെ, മലപ്പുറം ജില്ലയുടെയും ബോർഡറായിട്ടുള്ള തൃത്താലയ്ക്കടുത്ത് കൂറ്റനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചിട്ടുള്ളത്. നിളാ നദിയുടെ തീരമാണ് ഈ പറയുന്ന ഗ്രാമം. നിളാ നദിയും അതിൻ്റെ പാർശ്വ സംസ്കാരവും കാർഷിക ജീവിതവും കേരളത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അവസാന കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതവും മനുഷ്യർക്കിടയിലെ സന്ധികളും പ്രതിസന്ധികളും സ്നേഹങ്ങളും സ്നേഹനിരാസങ്ങളും കുശുമ്പും കുന്നായ്മയും അത്തരത്തിൽ നമ്മുടെ നാട്ടുജീവിതത്തിൽ എന്തൊക്കെയായിരുന്നോ ഏകദേശം ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നത്, അതിനെയൊക്കെ വളരെ സൂക്ഷ്മമായ ഒരു സ്പർശിനിയോ കൊണ്ട് പിടിച്ചെടുക്കുകയും അത്യപൂർവമായൊരു ഭാഷയിൽ അതിനെ ആവിഷ്കരിക്കുകയും ആഖ്യാനം ചെയ്യുകയും ചെയ്തു എന്നതാണ് എം ടിയുടെ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചുരുക്കമായി പറയാനുള്ളത്. എന്താണ് എം ടി സാഹിത്യത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എം ടി എഴുതുമ്പോൾ സൂക്ഷിക്കുന്ന ഭാഷയാണ്. അത് നോവലിൻ്റെ ആഖ്യാന ഭാഷയും ചെറുകഥയിൽ അദ്ദേഹം പുലർത്തുന്ന ഭാഷയും ആഖ്യാനത്തിൻ്റെ ഭാഷയും രണ്ടും രണ്ടാണ്. ഒരിക്കലും നോവലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ രചനാവേളയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ഭാഷാരീതിയും
ആ ഭാഷാരീതി ഒരിക്കലും അദ്ദേഹം കഥയിൽ ഉപയോഗിക്കുന്നില്ല. കഥ മറ്റൊരു മാധ്യമമാണ് എന്ന രീതിയിൽ തന്നെയാണ് MT കഥയെ പരിചരിച്ചു പോരുന്നത്. അദ്ദേഹത്തിന് ആദ്യകാല കഥകളിലൊന്ന് വളർത്തുമൃഗങ്ങൾ, ആദ്യകഥ എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന കഥകളിലൊന്ന്. അദ്ദേഹം അന്ന് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ BSc പഠിക്കുന്ന സമയം സർക്കസ്, നഗരത്തിൽ വന്ന സർക്കസ് കണ്ടു തിരിച്ചു വന്നതിന് ശേഷം സർക്കസുകാരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ കഥയാണ്. ആ കഥ മാതൃഭൂമിയുടെ ചെറുകഥാ മത്സരത്തിൽ അക്കാലത്ത് 500 ഉറുപ്പിക ഒന്നാം സമ്മാനം നേടിയ കഥകളിലൊന്നാണ്. അല്ല, ലോക നിലവാരത്തിലുള്ള ഒരു മത്സരമായിരുന്നു അത്. മാതൃഭൂമി ഹോസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശില്പഭദ്രമായ കഥകൾ എഴുതി ഉണ്ട്. വളർത്തുമൃഗങ്ങൾ ഇപ്പോഴും വായിക്കുമ്പോഴും അദ്ദേഹത്തിന് ആദ്യ കഥയാണ് അല്ലെങ്കിൽ ആദ്യകാല കഥയാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭദ്രമായ ശില്പമാണ് ഇപ്പോഴും ആ കഥ. അതിനുശേഷം വളർത്തുമൃഗങ്ങൾക്ക് ശേഷം MT എഴുതിയ കഥകളുടെ ഭൂരിഭാഗവും സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം ജീവിച്ചു പോകുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ്. അദ്ദേഹം ജീവിച്ചു പോകുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ മിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരിസരത്ത് ജീവിച്ചവർ, ഇത്തരം മനുഷ്യരെ മുഴുവൻ അദ്ദേഹം തൻ്റെ കഥയുടെ ഉപാദാന വസ്തുക്കളായി സ്വീകരിക്കുകയും അവരുടെയൊക്കെ ജീവിതത്തെ കഥയിലേക്ക് തൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ആഖ്യാനത്തിലേക്ക് കൊണ്ടുവരികയും വളരെ ആർദ്രവും അലിവാർന്നവുമായൊരു ഭാഷയിൽ അതിനെയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് MTയുടെ കഥകളെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന വസ്തുത. പ്രധാനപ്പെട്ട ഏത് കഥ എടുത്താൽ, ഇപ്പോൾ കുട്ടിയേടത്തി എന്ന് പറയുന്ന കഥ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാജീവിതത്തെക്കുറിച്ച്, എഴുത്ത് ജീവിതത്തെക്കുറിച്ച് പറയുന്ന 2 പുസ്തകങ്ങളുണ്ട്. കാഥികൻ്റെ കല എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, കാഥികൻ്റെ പണിപ്പുര എന്ന് പറയുന്ന പുസ്തകം. വളരെ ചെറിയ പുസ്തകങ്ങളാണ്. അതിൽ എന്താണ് തനിക്ക് എഴുത്തിനെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പം എന്ന് MT വിശദീകരിക്കുന്ന ഒരു ചെറിയ ലേഖനങ്ങളുള്ള ഒരു പുസ്തകമാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ MT പറയുന്നു. അതിലൊരു കാര്യമാണ് ഈ വളരെ അടുത്ത ബന്ധുക്കളെക്കുറിച്ച് അദ്ദേഹം കഥ എഴുതിയിരിക്കുന്നത്. കുട്ടിയേടത്തി എന്ന കഥയിലെ കഥാപാത്രം, കുട്ടിയേടത്തി എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട എന്താ പറയുക, അവിവാഹിതയായിരുന്ന, കാണാനൊന്നും വലിയ ചന്തമില്ലാതിരുന്ന, എന്നാൽ വളരെ തൻ്റേടിയായിരുന്ന, താൻപോരുമുണ്ടായിരുന്ന മീനാക്ഷി എഴുത്തി എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ മുൻനിർത്തിയാണ് ആ കഥ എന്ന് അദ്ദേഹം പറയും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് വാസു എന്ന് പറയുന്ന ഈ ബാല്യത്തിലെ വാസുദേവൻ നായർ ആ കഥയുടെ പ്രധാന കഥാപാത്രങ്ങളൊന്നാണ്. അതുപോലെ മറ്റേ എന്താ പറയുക, ഭ്രാന്തൻ വേലായുധൻ്റെ കഥ, ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന കഥ, അത് ബന്ധത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഇത് നിരീക്ഷിച്ച് ഈ കഥാപാത്രങ്ങളെയും മനുഷ്യരെ നിരീക്ഷിച്ച്, ബന്ധുമിത്രാദികളെ നിരീക്ഷിച്ച്, അയൽവാസികളെ നിരീക്ഷിച്ച്, ഈ നിരീക്ഷിച്ച് ഒരറ്റത്തെത്തുമ്പോൾ ഇവർ കഥാപാത്രങ്ങളായി മാറുകയാണ്. ഇവർ കഥാപാത്രങ്ങളായി മാറുകയും അവർ ജീവിത പരിസരത്ത് എങ്ങനെ പെരുമാറുന്നു, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ MTയെ വായിച്ചവരും അതിനുശേഷം MTയെ വായിച്ചവരും ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെങ്ങനെ പെരുമാറുന്നു, മനുഷ്യർ യഥാർത്ഥത്തിൽ എങ്ങനെ പെരുമാറുന്നു, യഥാർത്ഥമായി തന്നെ ഇവരെങ്ങനെ പെരുമാറുന്നു. ഈ പെരുമാറുമ്പോൾ അതിനകത്ത് നമ്മൾ ചിരപരിചിതമായി ഇടപെടുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു. ഉദാഹരണത്തിന് മതം ഒരു സ്ഥാപനമാണ്. ഈ മതം എങ്ങനെ പെരുമാറുന്നു? ഇപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, അനുഭവ പരിസരത്തിൽ മതം എന്ന് പറയുന്ന സ്ഥാപനം അപകടകരമായ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപകടകരമായ ഒന്നായിട്ടാണ് മതം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും പെരുമാറുന്നതും. അതിപ്പോൾ ഏത് മതമാവട്ടെ, ഹിന്ദുമതമാവട്ടെ, സെമിറ്റിക് മതങ്ങളാവട്ടെ, ഏത് മതങ്ങളാവട്ടെ, മതം ഒരു എന്താ പറയുക, ഈ മൗലിക സ്വഭാവമുള്ള മൗലികത ഒരു പ്രധാന രാഷ്ട്രീയ വസ്തുതയാവുകയും മനുഷ്യരിൽ ഇടപെടുകയും മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ പരസ്പരം ശത്രുതയിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്യുന്ന, കണ്ടോ നോക്കിക്കോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സാമൂഹ്യ ജീവിതത്തെ മാറ്റിയതിൽ പ്രധാന പങ്കുള്ള സ്ഥാപനമാണ് മതം എന്ന് പറയുന്നത്. മതം എങ്ങനെ ഇടപെടുന്നു?
എം ടിയുടെ കഥകളിൽ, ഈ കഥകളിലും നോവലുകളിലുമൊക്കെ രണ്ട് മതസ്ഥരുമുണ്ട്. ഹിന്ദു മതത്തിൽപ്പെട്ടവരും ഉണ്ട്, ഇസ്ലാം മതത്തിൽപ്പെട്ടവരും. ഈ ഹിന്ദു മതത്തെയും ഇസ്ലാം മതത്തെയും മതത്തിൽ വിശ്വസിക്കുന്നവർ മതം യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയും മാനുഷികതയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാനവികതയും മാനുഷികതയും ഉൾക്കൊള്ളുന്ന ഒരു ന്യൂനപക്ഷം കഥാപാത്രങ്ങൾ എം ടിയുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് മനുഷ്യവിരുദ്ധമായി പെരുമാറുകയും മതത്തെ മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടാരമാക്കി തീർക്കുകയും ചെയ്യുന്ന ഭൂരിപക്ഷവും എം ടിയുടെ കഥകളിലുണ്ട്. ഇതിനിടയിൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ട്. ജീവിതത്തെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഈ കുടുക്ക് മസാലകളിലൊന്നും പെടുത്താതെ, ജീവിതത്തിൻ്റെ കുടുക്ക് മസാലകളിലൊന്നും ചെന്ന് പെടാതെ, നമ്മൾ പറയുന്ന വലിയ ജ്ഞാനബോധമൊന്നുമില്ലാതെ, വലിയ താത്വിക വിചാരങ്ങളൊന്നുമില്ലാതെ അന്നേടം കഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് മതി ജീവിതത്തിന് എന്ന് കരുതുന്ന വളരെ സാത്വികരായ മനുഷ്യരും, ഇങ്ങനെ മനുഷ്യരുടെ വലിയ 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 സന്ദർഭങ്ങൾ നേരിടുന്ന മനുഷ്യരുടെ കൂടാരമാണ്, മനുഷ്യർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന കൂടാരമാണ് എം ടിയുടെ കഥാലോകം എന്ന് പറയുന്നത്. എം ടി മലയാളത്തിൽ അങ്ങനെ ആലോചിച്ചാൽ 2-3 എഴുത്തുകാരേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് ഉറൂബ്, വേറൊന്ന് തകഴി, വേറൊന്ന് എം ടി. ഞാൻ ഈ 3 പേരെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ ഈ അവനവൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ചുമലുരുമി നടന്നവരെയും ഒക്കെ കശക്കി പിഴിഞ്ഞ് ചാറെടുത്ത് കഥ ആക്കി മാറ്റുക എന്ന് പറയുന്നത്, ഞാൻ ഇത് വാചകം തന്നെ ഇതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഈ 3 കഥാകൃത്തുക്കളേ ഉള്ളൂ. അതിൽ അദ്വിതീയനാണ് എം ടി. എം ടിയുടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ എം ടി അനുഭവിച്ച, എം ടിയുടെ കാലഘട്ടം അനുഭവിച്ച, ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എം ടി അനുഭവിച്ചതും എം ടിയുടെ കാലഘട്ടം അനുഭവിച്ചതുമായ ജീവിതത്തെ വളരെ കൃത്യമായി ചിത്രമാലേഖനം ചെയ്യും പോലെ, ഒരു ചുമരിൽ ചിത്രമാലേഖനം ചെയ്യും പോലെ ഭാഷാ ചുമരിൽ ആലേഖനം ചെയ്തു വച്ചിരിക്കുകയാണ് എം ടി ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട എല്ലാ കഥകളും, എം ടിയുടെ മൊത്തം കഥകൾ വായിക്കാൻ വളരെ കുറച്ച് സമയം മതി. ഒരു 3-4 ദിവസം ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും വായിക്കാനാവും. എല്ലാ കഥകളും വായിച്ച് തീരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, എം ടിയുടെ എല്ലാ കഥകളും വായിച്ച് തീരുന്ന സമയത്ത് നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഭിന്നരായ, കുറച്ചുകൂടി വലിയവരായ, കുറച്ചുകൂടി നല്ലവരായ മനുഷ്യരായി തീരും. അങ്ങനെ നല്ലവരുടെ ലോകമല്ല. ഇപ്പോൾ ഉറൂബിൻ്റെ കഥകളെ നന്മയുള്ളവരുടെ ലോകം എന്ന് വിളിക്കാറുണ്ട്. നല്ലവർ മാത്രമുള്ള ലോകമാണ് ഉറൂബിൻ്റെ കഥാലോകം. അങ്ങനെ നന്മ മാത്രമുള്ളവരൊന്നുമല്ല, പക്ഷേ യഥാർത്ഥ മനുഷ്യരാണ്. സ്നേഹമുള്ളവരും സ്നേഹരാഹിത്യമുള്ളവരും ചതിയുള്ളവരും പകയുള്ളവരും വഞ്ചിക്കുന്നവരും വഞ്ചിക്കപ്പെടുന്നവരും അവനവനെക്കുറിച്ച് അന്വേഷിച്ചലഞ്ഞു നടക്കുന്നവരും ഉത്തരം കിട്ടാതെ ഒടുങ്ങിപ്പോകുന്നവരും, ഇങ്ങനെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞ കഥാപാത്രങ്ങളുടെ ഒരു കൂടാരത്തിൻ്റെ പേരാണ് എം ടിയുടെ കഥാലോകം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥയാണ്. ഈ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥ അടങ്ങുന്ന ഒരു സമാഹാരമുണ്ട്. ആ സമാഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എം ടിയുടെ കഥാകാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ കഥകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഏതൊക്കെ വെച്ചാൽ ഈ പെരുമഴയുടെ പിറ്റേന്ന്, വാനപ്രസ്ഥം, കടുകണ്ണാവ, ഒരു യാത്രക്കുറിപ്പ്, പിന്നെ ശിലാലിഖിതങ്ങൾ, ഇങ്ങനെ 5-6 കഥകൾ വരുന്നത്. 5-6 കഥകളുണ്ട്. ഷെർലക്ക് എന്ന് പറയുന്ന അതിപ്രശസ്തമായ മറ്റൊരു കഥയുണ്ട് അതിൽ. അത് ഈ കഥകളൊക്കെ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, 1980കളുടെ അവസാനത്തോടു കൂടി മലയാളത്തിൽ ആധുനികതയുടെ വസന്തം, കഥകളിലെ ആധുനികതയുടെ വസന്തം അവസാനിക്കുന്നു. ആ കാലം ആകുമ്പോഴേക്കും എം ടിയുടെ കഥകളുടെ കാലം ഏറെക്കുറെ കഴിയുന്നു. എം ടി ഒരു 80കളിലൊക്കെ എത്തുമ്പോഴേക്കും, 70കളുടെ അവസാനത്തോടു കൂടി എം ടിയുടെ പ്രധാനപ്പെട്ട രചനാലോകം കഥയിലെ രചനാലോകം അവസാനിക്കുന്നു. 80കളുടെ തുടക്കത്തിൽ 84 അദ്ദേഹത്തിൻ്റെ
80കളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര എന്ന് പറയുന്ന നോവൽ വരുന്നു. 80കളുടെ മധ്യത്തോടുകൂടി 83-ലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ രണ്ടാമൂഴം എന്ന നോവൽ വരുന്നു. രണ്ടാമൂഴത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം പോലത്തെ ഒരു കൃതിയാണ്, വാനപ്രസ്ഥമല്ല, മറ്റേ വാരാണസി പോലത്തെ ഒരു നോവലാണ് വരുന്നത്. അപ്പോൾ ചെറുകഥകളിൽ നിന്ന് അദ്ദേഹം നോവലിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് സഞ്ചരിക്കുകയും പ്രവേശിക്കുകയും ചെയ്ത കാലം. 80കളുടെ വേറൊരു പ്രത്യേകത, അദ്ദേഹം ചെറുകഥയിലും രണ്ടാമൂഴത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാമൂഴത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ വന്നത് സിനിമയിലാണ്. അദ്ദേഹം 80കളിലാണ് അദ്ദേഹത്തിൻ്റെ 70കൾക്ക് ശേഷം ഇപ്പോൾ ഓളവും തീരവും പോലെ, അല്ലെങ്കിൽ കുട്ടിയടത്തി പോലെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ പലതും സിനിമയായി തീർന്ന ബന്ധനം പോലെ ഉള്ള സിനിമകളൊക്കെ രൂപപ്പെടുന്ന 70കളുടെ അവസാനം 80കളുടെ മധ്യം. 80കൾക്ക് ശേഷം അദ്ദേഹം കുറേ കൂടി കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട സിനിമകളുടെ വശത്തേക്ക് മാറുന്നുണ്ട്. ഹരിഹരനെ പോലെയുള്ള, ഭരതനെ പോലെയുള്ള സംവിധായകരുടെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്ന് പറയുന്ന സിനിമ 70കളുടെ അവസാനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ചെറിയ വ്യത്യാസം കാലത്തിലുണ്ടാവാം. അവിടെ നിന്നാണ് അദ്ദേഹം ഈ പറയുന്ന കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിനിമയിലേക്ക് വരുന്നത്. ഹരിഹരൻ പിന്നീട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു. നിങ്ങൾക്ക് അറിയാം, വടക്കൻ വീരഗാഥ പോലെ വളരെ വളരെ ജനശ്രദ്ധ നേടിയ സിനിമകളൊക്കെ അദ്ദേഹം പിന്നീട് ചെയ്തു. വൈശാലി പോലത്തെ സിനിമകൾ അദ്ദേഹം ഭരതൻ്റെ കൂടെ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ 2000-ന് ശേഷവും 2010-ന് ശേഷവും എന്ന് വേണമെങ്കിൽ പറയാം. 2000-ന് ശേഷവും അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളൊക്കെ തന്നെ മിനിമം ഗ്യാരണ്ടിയുള്ള തിരക്കഥകളായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടീനടന്മാരൊക്കെ കടന്നു വന്ന, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ഈ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളായി തീർന്ന സിനിമകളൊക്കെ വന്ന കാലം ഈ 80-ന് ശേഷം 2005 വരെയുള്ള കാലം. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കഥകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു പക്ഷേ MT കഥ എഴുത്ത് നിർത്തി എന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ട്. കഥയെഴുത്ത് നിർത്തി എന്ന് തോന്നുന്നു. ആ ഘട്ടത്തിലാണ് 80കൾക്ക് ശേഷം 90കളുടെ മധ്യത്തിൽ വെച്ച് ആ ഘട്ടത്തിൽ ഉണ്ടായ ഒരു കഥയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയാൻ വയ്യ, കഥയിലൊരു പ്രധാന വഴിത്തിരിവ് എന്ന് പറയുന്നത് 80കളുടെ തൊട്ട് മുമ്പിൽ വെച്ച് എഴുത്ത് നിർത്തിയ NS മാധവനെ പോലെ. ഇപ്പോൾ ചുളയമേട്ടിലെ ശവങ്ങൾ പോലത്തെ ഒരു പുസ്തകത്തോടു കൂടി 80കളുടെ തുടക്കത്തിൽ തന്നെ എഴുത്ത് അവസാനിപ്പിച്ച് തിരിച്ചു പോയ NS മാധവൻ എന്ന് പറയുന്ന അസാമാന്യനായ കഥാകൃത്ത്. അദ്ദേഹം തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റേ എന്താ പറയുക, IAS-ലായിരുന്നു. റിട്ടയർ ചെയ്യുമ്പോൾ ബീഹാറിലെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്തരം കൃത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതിനിടയിൽ അദ്ദേഹം കഥയെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉണ്ടായതെന്താ വെച്ചാൽ 80കളുടെ ഒരു മധ്യത്തിൽ NS മാധവൻ്റെ അത്ഭുതകരമായൊരു കഥ വന്നു. ഹിഗ്വിറ്റ എന്നായിരുന്നു ആ കഥയുടെ പേര്. ഹിഗ്വിറ്റ കൊളംബിയൻ ലോകകപ്പിലെ കൊളംബിയൻ ടീമിൻ്റെ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിരുന്ന കഥാപാത്രം. ഹിഗ്വിറ്റ വളരെ പ്രസിദ്ധനായ ഗോൾ കീപ്പറായിരുന്നു. ഒരു പക്ഷേ സ്വന്തം ഗോൾമുഖത്ത് നിന്ന് ബോൾ കൊണ്ട് ഡ്രിബിൾ ചെയ്തിട്ട് എതിർ ഗോൾമുഖം വരെ പോയി അവിടെ പന്തടിച്ച് തിരിച്ച് ഗോൾമുഖത്തേക്ക് തിരിച്ചു വന്ന കഥാപാത്രമായിരുന്നു ഹിഗ്വിറ്റ. ഹിഗ്വിറ്റ പരാജയപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ പന്തുമായി കയറി പോകുന്നതിനിടയിൽ ഗോൾമുഖം ഒഴിഞ്ഞു കിടക്കെ കയ്യിൽ നിന്ന് പന്ത് എതിർ കളിക്കാരൻ്റെ കയ്യിലേക്ക് നഷ്ടപ്പെടുകയും ഗോളടിക്കപ്പെടുകയും ആ ഗോളിൽ തോറ്റുപോവുകയും ചെയ്ത കഥാപാത്രമാണ് ഹിഗ്വിറ്റ. യഥാർത്ഥ ഈ ഹിഗ്വിറ്റയെ മുൻനിർത്തിക്കൊണ്ട്, ഹിഗ്വിറ്റയെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഹിഗ്വിറ്റിയൻ അന്തരീക്ഷത്തെ ഒരു കഥാ ലോകമാക്കിയിട്ട് NS മാധവൻ എഴുതിയ അതിമനോഹരമായ കഥയാണ് ഹിഗ്വിറ്റ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാർമൻ പോലെയുള്ള കഥകൾ വന്നു. ഈ കഥകൾ വന്ന സമയത്ത്, മാധവൻ്റെ കഥകൾ വന്ന സമയത്ത് ഒരു പുതിയ ട്രെൻഡ് സെറ്റിംഗ് കഥയിൽ സംഭവിക്കുന്നു എന്ന് കഥാലോകത്തെ പ്രധാന വായനക്കാരും നിരൂപകരുമൊക്കെ കൺമിഴിച്ചു നിൽക്കെ, മാധവൻ സൃഷ്ടിക്കുന്ന ഈ ഒരു ക്രാഫ്റ്റിനെ മറികടക്കാൻ മലയാളത്തിൽ അന്ന് എഴുതുന്ന ചെറുപ്പക്കാർക്ക്
ആധുനികാനന്തര കഥ എന്ന് പറയുന്ന ഒരു സന്ദർഭം മലയാളത്തിൽ രൂപപ്പെടുന്ന സമയമാണ്. അന്ന് എഴുതുന്ന പ്രധാനപ്പെട്ട ചെറുപ്പക്കാർക്ക്, CV ബാലകൃഷ്ണൻ തൊട്ട് ഇങ്ങോട്ട് അശോകൻ ചെരുവിൽ വരെയുള്ള ചെറുപ്പക്കാർക്ക് സാധ്യമാകുന്നില്ലല്ലോ എന്ന് കഥാലോകം ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു പക്ഷേ NS മാധവൻ സൃഷ്ടിച്ച ആ ക്രാഫ്റ്റിനെ തകർത്തുകൊണ്ട് അതങ്ങനെയല്ല, ഇത് ഇത്രയും സുഭദ്രമായി ഈ ക്രാഫ്റ്റിനെ ഉപയോഗിക്കാനാവും എന്ന് നിശബ്ദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ എഴുതാൻ ബാക്കിയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന MTയുടെ കഥയുടെ പേരാണ് ഷെർലക് എന്ന് പറയുന്ന കഥ. ഒരു പൂച്ചയാണ് അതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രം. കഥ ഞാൻ നരേറ്റ് ചെയ്യുന്നില്ല, കഥ നിങ്ങൾ വായിക്കണം. അതിനുശേഷം അതിന് പിന്നാലെ വന്ന ആ 3-4 കഥകൾ ഒരു പക്ഷേ MTയുടെ ആദ്യകാല കഥകളെ അനുസ്മരിപ്പിക്കുന്ന വിധം എന്ന് ഞാൻ പറയില്ല. ആദ്യകാല കഥകളുടെ ക്രാഫ്റ്റിൽ നിന്നൊക്കെ എത്രയോ ഭിന്നമായി, ആദ്യകാല കഥകളിൽ അദ്ദേഹം സൂക്ഷിച്ച ജീവിത നിരീക്ഷണങ്ങൾക്ക് നിന്ന് ഭിന്നമായി, ആദ്യകാല കഥകളിൽ അദ്ദേഹം സൂക്ഷിച്ച കഥയുടെ ഭാഷാഘടനയിൽ നിന്ന് ഭിന്നമായി, എന്നാൽ പ്രാഥമികമായി അദ്ദേഹത്തിന് കഥ പറയുന്നതിൻ്റെ ഈ രീതിയിൽ നിന്ന് ഒട്ടും ഭിന്നമാവാതെ എഴുതിപ്പോയ കഥകളാണ്. എഴുതിപ്പോയെന്നാണ് ഞാൻ പറഞ്ഞത്. എഴുതിപ്പോയ കഥകളാണ് ഈ പറയുന്ന എന്താ പറയുക ഷെർലക്കായാലും പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥയായാലും കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. ആ കഥ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന് പറയുന്ന കഥ വളരെ ശ്രദ്ധിക്കണം. ആ കഥ നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പഴയൊരു കഥയുണ്ട്. ആ കഥയുടെ തുടർച്ചയാണ്, നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയുടെ തുടർച്ചയായി വരുന്ന കഥയാണ്. ആ തുടർച്ച, ആ കഥ മനസ്സിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് കടുകണ്ണാവയിലേക്കുള്ള ശ്രീലങ്കയിലെ ഒരു ഗ്രാമമാണ്. അവിടേക്കുള്ള ഒരു യാത്ര, ആ യാത്രയുടെ മുഴുവൻ സന്ത്രാസങ്ങളും ആ പഴയ കഥ ഓർമ്മയുള്ള ആൾക്കാരുടെ ഉള്ളിൽ അതേപടി ഇങ്ങനെ എന്താ പറയുക, മൈൻ നിറച്ച ഒരുപാട് മൈനുകൾ കുഴിച്ചിട്ട ഒരു തുറസിലൂടെ എവിടെയാണ് കാലുവെച്ചാൽ മൈൻ പൊട്ടിത്തെറിക്കുക എന്നറിയാത്ത വിധം മൂടിക്കിടക്കുന്ന മൈനുകൾക്കിടയിലൂടെ അപകടകരമല്ലാത്ത ആയ ഒരു യാത്രയിൽ ഒട്ടും അപകടം സംഭവിക്കാതെ അപ്പുറത്തെത്തുന്ന ഒരു യാത്രികനെ പോലെ നമ്മൾ ആ കഥ വായിച്ചു തീർക്കും. അതുപോലെ വാനപ്രസ്ഥം എന്നുള്ള കഥ ഒരുപക്ഷേ പത്മനാഭൻ ഗൗരി എഴുതുന്നത് ഈ MTയുടെ വാനപ്രസ്ഥം വന്നതിന് ശേഷമാണ്. ഗൗരി എന്ന കഥ പ്രായം ഉള്ള വയസ്സ് പിന്നിട്ട ഒരു പുരുഷനും ഒരു യുവതിയും തമ്മിലുള്ള, ഒരു സ്ത്രീയും തമ്മിലുള്ള പ്രണയമാണ്. മധ്യവയസ്സ് പിന്നിട്ടവർക്കും പ്രണയമാവാം. പത്മനാഭൻ പ്രണയകഥ എഴുതിയിട്ടില്ല. പത്മനാഭൻ അവസാന കാലത്ത് എഴുതിയ കഥയാണ്, പ്രണയകഥയാണ് ഗൗരി. അന്ന് അപ്പം മാഷ് ആ കഥയെക്കുറിച്ച് പറഞ്ഞു, പ്രണയത്തിൻ്റെ അധര സിന്ദൂരം ചാർത്തിയ കഥ എന്നാണ് അപ്പം മാഷ് ആ കഥയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നിയത് ഗൗരി പത്മനാഭൻ എഴുതാനുണ്ടായ സാഹചര്യം എനിക്കും ഇതാവും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കില്ല. കാരണം അതിനു മുമ്പ് MT വാനപ്രസ്ഥം പോലത്തെ കഥ എഴുതിയിട്ടുണ്ട്. അസാമാന്യമായ കഥയാണ് വാനപ്രസ്ഥം. ഒരു എന്താ പറയുക, 60 കഴിഞ്ഞ ഒരു മനുഷ്യൻ, വൃദ്ധൻ എന്നാണല്ലോ 60 കഴിഞ്ഞാൽ നമ്മൾ പറയാം. പക്ഷേ 60 കഴിഞ്ഞ ഒരു റിട്ടയർഡ് അധ്യാപകൻ, അയാളുടെ പഴയ ഒരു പ്രണയത്തെ ഓർത്തെടുക്കുന്നതും ആ പ്രണയത്തെ അന്വേഷിക്കുന്നതും അവർ കണ്ടുമുട്ടുന്നതും അവർ ഒരൊറ്റ ദിവസം പ്രണയികളായി തന്നെ ജീവിക്കുകയും എന്നാൽ പിറ്റേന്ന് ആസ് യൂഷ്വൽ, മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആസ് യൂഷ്വൽ അവർ ആൾത്തിരക്കിലേക്ക് അലിഞ്ഞു പോകുന്നതും അപ്രത്യക്ഷമാവുന്നതും പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടാനിടയില്ലാത്ത വിധം പിരിഞ്ഞു പോകുന്നതും അസാമാന്യമായ കഥയാണ് വാനപ്രസ്ഥം. അതുപോലെ ഈ ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്ന കഥ, ഞാൻ ആ കഥ വായിച്ച ശിലാലിഖിതങ്ങൾ വായിച്ച കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അത്ഭുതം, MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യന് തന്നെ പിന്തുടർന്ന് വരുന്ന തലമുറയോട്, തൻ്റെ പിന്നിലുള്ള കുട്ടികളോട്, അവരുടെ തലമുറയോട് ആ മനുഷ്യനുള്ള അഗാധമായ വിശ്വാസം, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതിയ ആർക്കും ഇല്ലാതെ പോയതാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹം പിന്തുടർന്ന് വന്ന ഒരു കാവ്യ സംസ്കാരത്തിൻ്റെ കൂടി ഒരു പിൻബലം അതിനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ വൈലോപ്പിള്ളി ഒരിക്കലും തൻ്റെ പിൻതലമുറയെ വിശ്വസിച്ചിട്ടില്ല. വൈലോപ്പിള്ളിയുടെ 2 കവിതകളിൽ, ഇപ്പോൾ ചേറ്റുപുഴ എന്നുള്ള കവിത, അതേപോലെ കണ്ണീർപ്പാടം എന്നുള്ള കവിത, ഈ 2 കവിതകളിലും കാണാം
ഒരു ചൂണ്ടലിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ കാണിച്ചു തരും. ആ കരിങ്കല്ലിനൊപ്പം ആ കൊച്ചൻ എന്നാണ് വൈലോപ്പിള്ളി പറയും. ഇതൊക്കെ കണ്ടിട്ട് മനങ്ങാതിരിക്കുന്നുവല്ലോ, പുതിയ എത്ര നിർവികാരം ഈ പുതുതാം തലമുറ എന്നാണ് വൈലോപ്പിള്ളി പറയും. പുതിയ തലമുറയെ വിശ്വാസത്തിലെടുത്തിരുന്നേ ഇല്ല. എന്നാൽ എടശ്ശേരി അങ്ങനെയായിരുന്നില്ല. എടശ്ശേരി അന്ത്യത്തിരി പോലത്തെ ഒരു കവിതയെ പറയും, മുതിർന്നവരുടെ ഭള്ള് ഒടുങ്ങാൻ ഇതാ നിങ്ങൾ ഇളമുറക്കാരെ നിങ്ങൾ തിരിതെളിച്ചു വരിക തന്നെ വേണം എന്ന് പറയും എടശ്ശേരി. എടശ്ശേരിയുടെ ആ ഒരു പാരമ്പര്യം എം ടിക്കുണ്ട്. ഇപ്പോൾ തൻ്റെ പിന്നിൽ വരുന്ന തലമുറയെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുക. ശിലാലിഖിതങ്ങൾ എന്നുള്ള കഥ ഞാൻ പറയില്ല, കഥ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. കഥ അങ്ങനെ നരേറ്റ് ചെയ്യുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല. ക്ലാസ് മുറിക്കകത്ത് കഥ നിങ്ങൾ വായിക്കുക എന്നതേ അതിന് മാർഗമുള്ളൂ. ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്ന കഥ ഇങ്ങനെ, ആ കഥയുടെ അവസാനത്തിൽ അച്ഛൻ്റെ വിരൽ പിടിച്ച് നടക്കുന്ന കുട്ടി പറയും, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കഴിച്ച് തോട്ടുവക്കത്ത് കിടന്ന് മണിക്കൂറുകൾ കിടന്ന് മരിച്ചു പോയ ഒരു പക്ഷേ അച്ഛൻ്റെ ആദ്യ കാമുകിമാരില്ല, അത് കുട്ടിക്കറിയില്ല. അവൾ പറയും, ആരും കാണാതെ ഞാൻ പോയി തോട്ടിലെ വെള്ളം കുറച്ച് കോരി വായൊഴിച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം കുട്ടികളിൽ വെച്ചാൽ പുതിയ തലമുറയിൽ ഇത്രയും വിശ്വാസമാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഭിന്നമാണ് ഈ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥ.